എവരിവൺ, AFPTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ ആൺകുട്ടികൾക്ക് മാത്രം നാവിക് GD, യാന്ത്രിക് എന്നീ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. www.joinindiancoastguard.cdac.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി വേണം അപേക്ഷ സമർപ്പിക്കാൻ. അപേക്ഷാ ഫീസ് 300 രൂപയാണ്. SC/ST വിഭാഗക്കാർക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 3 ആണ്. നാവിക് GDയിലേക്ക് അപേക്ഷ അയക്കുന്ന ആൺകുട്ടികൾ +2, മാത്സ്, ഫിസിക്സ് എന്നീ വിഷയങ്ങളോടുകൂടി പാസ്സായിരിക്കണം. യാന്ത്രിക് തസ്തികയിലേക്ക് അപേക്ഷ അയക്കുന്ന ആൺകുട്ടികൾ 10ാം ക്ലാസ്സോ +2 പാസ്സായിരിക്കണം. ശേഷം AICTE അപ്രൂവ് ചെയ്ത 3 വർഷത്തെയോ 4 വർഷത്തെയോ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പാസ്സായിരിക്കണം. ഇനി പ്രായപരിധി. ഉദ്യോഗാർത്ഥികൾ 2003 മാർച്ച് 1-നും 2007 ഫെബ്രുവരി 28-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. അതായത് 18 വയസ്സിനും 22 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. SC/ST വിഭാഗക്കാർക്ക് 5 വർഷവും OBC നോൺ ക്രീമി ലെയറിൽപ്പെട്ടവർക്ക് 3 വർഷവും വയസ്സിളവുണ്ടായിരിക്കുന്നതാണ്. നാവിക് GDയിൽ 260 ഒഴിവുകളാണുള്ളത്. യാന്ത്രിക് മെക്കാനിക്കലിൽ 33, ഇലക്ട്രിക്കലിൽ 18, ഇലക്ട്രോണിക്സിൽ 9 ഒഴിവുകളുമാണുള്ളത്. അടുത്തത് സെലക്ഷൻ പ്രൊസീജിയർ. ആദ്യമായി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. ഉദ്യോഗാർത്ഥികൾ എക്സാമിനേഷൻ സെന്ററിൽ എത്തുമ്പോൾ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി പ്രൂഫും 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും, ശ്രദ്ധിക്കുക അഡ്മിറ്റ് കാർഡ് കളർ പ്രിന്റോട് കൂടിയതായിരിക്കണം. ഇതിനുശേഷം ബയോമെട്രിക് വെരിഫിക്കേഷനും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി എഴുത്തു പരീക്ഷ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി നാവിക് GD 2 സെക്ഷനായിട്ടാണ് ഇതിന്റെ പരീക്ഷ. ആദ്യത്തെ സെക്ഷനിൽ മാത്സ്, സയൻസ്, ഇംഗ്ലീഷ്, റീസണിംഗ്, GK എന്നീ വിഷയങ്ങളിൽ നിന്നും 60 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്കുണ്ടായിരിക്കുന്നത്. 45 മിനിറ്റ് ആണ് നിങ്ങളുടെ പരീക്ഷാ സമയം. പാസ്സാവാൻ 30 മാർക്കാണ് നിങ്ങൾക്ക് വേണ്ടത്. SC/STക്കാർക്ക് 27 മാർക്കും. രണ്ടാമത്തെ സെക്ഷനിൽ മാത്സ്, ഫിസിക്സ് എന്നീ വിഷയങ്ങളിൽ നിന്നും 50 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. 30 മിനിറ്റ് ആണ് നിങ്ങളുടെ പരീക്ഷാ സമയം. പാസ്സാവാൻ 20 മാർക്കാണ് വേണ്ടത്. SC/STക്കാർക്ക് 17 മാർക്കും. അടുത്തത് യാന്ത്രിക്. 60 ചോദ്യങ്ങളാണ് നിങ്ങൾക്കുള്ളത്. 45 മിനിറ്റ് ആണ് നിങ്ങളുടെ പരീക്ഷാ സമയം. പാസ്സാവാൻ 30 മാർക്കാണ് നിങ്ങൾക്ക് വേണ്ടത്. SC/STക്കാർക്ക് 27 മാർക്കും. മാത്സ്, സയൻസ്, ഇംഗ്ലീഷ്, റീസണിംഗ്, ജനറൽ നോളജ് എന്നീ വിഷയങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്കുള്ളത്. രണ്ടാം ഘട്ടത്തിൽ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗുകാർക്ക് അതാത് വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള 50 ചോദ്യങ്ങളാണ് ഉള്ളത്. 30 മിനിറ്റ് ആണ് നിങ്ങളുടെ പരീക്ഷാ സമയം. പാസ്സാവാൻ 20 മാർക്കാണ് വേണ്ടത്. SC/STക്കാർക്ക് 17 മാർക്കും. ഇനി ഫിസിക്കൽ ഫിറ്റ്നസ്. അപേക്ഷ അയക്കുന്ന ആൺകുട്ടികൾക്ക് 157 സെന്റിമീറ്റർ ഉയരവും നെഞ്ച് വികസിപ്പിക്കുമ്പോൾ 5 സെന്റിമീറ്ററും ഉണ്ടായിരിക്കണം. 7 മിനിറ്റിൽ 1.6 കിലോമീറ്റർ ഓടിത്തീർക്കണം. സ്ക്വാട്സ് 20 എണ്ണം, പുഷപ്പ് 10 എണ്ണം. ഇതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ജൂലൈ 3 ആണ് നിങ്ങളുടെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി. www.joinindiancoastguard.cdac.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി വേണം അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷാ ഫീസ് 300 രൂപയാണ്. SC/ST വിഭാഗക്കാർക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. ശ്രദ്ധിക്കുക, ഡിഫൻസ് സംബന്ധമായ എല്ലാ ഫിസിക്കൽ അക്കാഡമിക് ട്രെയിനിങ്ങുകളും AFPT നൽകുന്നതാണ്. കോസ്റ്റ് ഗാർഡിന്റെ സ്പെഷ്യൽ റെസിഡൻഷ്യൽ ബാച്ച് AFPT എലമന്തിട്ടയിൽ ആരംഭിച്ചിരിക്കുന്നതാണ്. റെസിഡൻഷ്യൽ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് AFPTയുടെ അതാത് ജില്ലകളിലുള്ള സെന്ററിൽ പോയി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഉടൻ തന്നെ AFPT ജോയിൻ ചെയ്യും. നിങ്ങളുടെ വിജയം ഉറപ്പാക്കൂ. പുതിയൊരു നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ വരുന്നത് വരെ ദിസ് ഈസ് ശ്രീലക്ഷ്മി സൈനിങ് ഓഫ്. ഡിഫൻസ് സംബന്ധമായ എല്ലാത്തരം ഫിസിക്കൽ അക്കാഡമിക് ട്രെയിനിങ്ങുകളും AFPT നൽകുന്നതാണ്. കൂടാതെ AFPTയുടെ ഏറ്റവും പുതിയ +1, +2 റെസിഡൻഷ്യൽ ബാച്ച് ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസ് എലവന്തിട്ടയിൽ ആരംഭിച്ചിരിക്കുന്നു. ആർമി, നേവി, എയർഫോഴ്സ്, NDA, AFMC, മിലിറ്ററി നേഴ്സിംഗ്, പാരാമിലിറ്ററി കോഴ്സുകളായ CRPF, BSF, ITBP, CISF, SSB, ആസാം റൈഫിൾസ് എന്നിവയിലേക്കുള്ള ട്രെയിനിങ്ങും നൽകുന്നതാണ്. കേരളത്തിലുടനീളവും കൂടാതെ തമിഴ്നാട്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള AFPTയിൽ ജോയിൻ ചെയ്യൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്തൂ.